നമ്മൾ ഇത്രയും കാണിച്ച ഇന്നോവകളെല്ലാം നിങ്ങൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമ്മളൊരു 2,80,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. 2,80,000 രൂപയ്ക്ക് 2007 ടൈപ്പ് 4 ഇത് 15ന്റെ ഗെറ്റപ്പുള്ള വണ്ടിയാണ്. പിന്നെ പറയാണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മളൊരു ഓഫർ പ്രൈസ് എന്നുള്ള 14,25,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 14 രൂപ ഫിക്സ്ഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഫൈനൽ നമുക്ക് കൊടുക്കാം. അതൊക്കെ ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ. ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഡീസൽ സംശയമില്ല നമ്മൾ കൊടുക്കും. 4.5 ലക്ഷം രൂപയ്ക്ക് 2016 സ്വിഫ്റ്റ് VDI ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല, വേറെ കാര്യമായ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഹിസ്റ്ററി നമ്മൾ എടുത്തതാണ്. 4.5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ കിട്ടും. അത് മാത്രമല്ല i20യും ഈ സ്വിഫ്റ്റ് എല്ലാം ഫുൾ ടാങ്ക് ഡീസൽ. എന്താ പ്രൈസ്? ഇത് നമുക്ക് ഒരു 1,60,000 കിട്ടിയാൽ കൊടുക്കും. 1,60,000 2009 വണ്ടി കേട്ടോ. അടിപൊളി. 6,75,000 രൂപയ്ക്ക് 2020 മോഡലുള്ള പോളോ ഫുൾ ഓണിൽ 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകട്ടെ. ഇത്രയും മോഡൽ കൂടിയ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യേണ്ട, പെട്രോൾ വണ്ടി അല്ലേ. നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. കഴിഞ്ഞൊരു മാസം, അതായത് ഫെബ്രുവരി മാസം നമ്മൾ റെഡ് ബെല്ലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ നല്ല ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അത് മാത്രമല്ല കുറച്ച് സ്റ്റോക്കും കുറവായിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞു നമുക്ക് അങ്ങനെ നമ്മളെപ്പോഴും നല്ല ഓഫർ, അതുപോലെ തന്നെ വളരെ വില കുറച്ച് ഒരുപാട് വണ്ടികൾ എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികൾ ഇല്ലാണ്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം വീഡിയോ വരാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് വരെ 2 വീഡിയോ കാണിച്ചു തരാം. കാരണം അത്രയധികം സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധാ ഇന്നോവ സാധനങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഒരു 10-30 എണ്ണം ഉണ്ട്. അത് മാത്രമല്ല കുറച്ചധികം ചെറുവണ്ടികൾ, വേറെയും ഹാച്ച് ബാക്ക് വണ്ടികളുണ്ട്. ഈ ഒരു എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാസം, അതായത് ഇന്നിപ്പോൾ മാർച്ച് 4-ാം തീയതി ആയി, മാർച്ച് 30-ാം തീയതി വരെ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 4-ാം തീയതിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണുന്നത് 5-ാം തീയതി ആയിരിക്കും. അപ്പോൾ മാർച്ച് 30-ാം തീയതി വരെ നിങ്ങൾ റെഡ് ബെൽ യൂസ്ഡ് കാർസിന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ, ഇവിടെ നേരിടുന്ന ഏത് വണ്ടിക്കും ഫുൾ ടാങ്ക് ഡീസലിലെ പെട്രോൾ അടിച്ചു തരും. അതായത് ഈ സാധനമൊക്കെയാണ്, ഇതടക്കം ഫുൾ ടാങ്ക് അടിച്ചു തരും. അപ്പോൾ എന്തായാലും നൂറുദ്ദീൻകാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു, ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, നമ്മളെ കസ്റ്റമേഴ്സ് വിളിച്ച് എന്താ പുതിയ അപ്ഡേഷൻ വന്നിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ തിരക്കൊണ്ടാണെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളടുത്ത് കുറച്ച് സ്റ്റോക്കും കുറവായിരുന്നു. ഓൾറെഡി ഇഷ്ടംപോലെ നമ്മളെ കഴിഞ്ഞ മാസം കൂടി കവർ ചെയ്യാനുള്ള സ്റ്റോക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൾറെഡി റെഡിയിൽ നമ്മൾ ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇന്നോവ ഒരു 50 വണ്ടി ഇപ്പൊ നമ്മുടെ റെഡിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കാണ്ട്. അടിപൊളി. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു 2 എപ്പിസോഡായിട്ട് കാണിച്ചത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇന്നോവ മാത്രം 30 എണ്ണം കാണിക്കുന്നുണ്ട് റെഡിയിലുണ്ട്. അതിന്റെ പുറമെ നമ്മുടെ ചെറുവണ്ടികൾ ഒരു 5-8 എണ്ണം അത് വേറെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി കാണിക്കാനുള്ള ടൈം നമുക്ക് ഒരു എപ്പിസോഡിൽ കിട്ടില്ല. പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ അല്ലേ, അടുത്ത എപ്പിസോഡിൽ ഒരു ഫോർച്യൂണറിന്റെ ഒരു നിരയും അതുപോലെ തന്നെ ക്രിസ്റ്റന്റെ ഒരു നിരയും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അതുപോലെ തന്നെ ഫോളോയും ചെയ്ത് വെച്ചോ. മാക്സിമം കിഡിലൻ വണ്ടികളുടെ ഒരുപാട് അപ്ഡേറ്റ്സും വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാം, കഴിയുന്നവരെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, സഹകരിക്കുക മാക്സിമം അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അതിന് മാത്രമുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതുമ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കറക്റ്റ്. അപ്പൊ നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിലെ ആദ്യത്തെ വണ്ടി ഒരു ഗ്രേ കളർ വണ്ടി അല്ലേ? ഇതേതാ മോഡല്? ഇത് 2016 G4 ഇന്നോവ. 16 G4. 16 എനിക്ക് തോന്നുന്നു G4 അലോയിൽ വരുന്ന അഡീഷണൽ ചെയ്തതാണ്. വീല്, പ്രൊജക്ടർ ലൈറ്റ്, പിന്നെ ആൻഡ്രോയിഡ് സെറ്റ്, എല്ലാ ഭാഗങ്ങളും 4 പുത്തൻ ടയർ 2016 മോഡൽ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. വണ്ടി എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? പ്രോപ്പർ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. ഒറിജിനൽ കേരളാണോ? അല്ല, റീ രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. 90 സർവീസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും. ഗ്യാരണ്ടി കൊടുക്കുക. ഫ്ലഡ്, ടോട്ടൽ ലോസ് ഗ്യാരണ്ടി. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് ഇത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. എഗ്രിമെന്റിൽ എഴുതി കൊടുക്കുന്നതല്ല. നഷ്ടപരിഹാരം കൊടുക്കും. അതും കൊടുക്കും. എന്താ സംശയം? പിന്നെ ഇന്റീരിയറൊക്കെ വേറെ ലെവൽ ഇന്റീരിയർ ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 16 മോഡലും ഉണ്ട്. പിന്നെ ഇവിടെ പേപ്പർ ആയ വണ്ടി അല്ലേ? പെരിന്തൽമണ്ണ. ഓക്കെ, നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 10.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ നമുക്ക് വരുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, 10,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. 2016 മോഡലാണ്. 4 ടയറും അലേ വീലിൽ തന്നെ നല്ലൊരു പൈസ ഉണ്ട്. കറക്റ്റ്. ക്രിസ്റ്റയുടെ വീൽ എന്ന് പറയുമ്പോൾ തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. പ്രൊജക്ടർ ലൈറ്റ്, ആൻഡ്രോയിഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നല്ല ഉണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും നോക്കിക്കോളൂ. സുഖമായിട്ട് 8 ലക്ഷം രൂപ ലോൺ സുഖമായിട്ട് കിട്ടും. 8.5 വരെ സുഖമായിട്ട് ലോൺ 2 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ അത് കൊണ്ടുപോകാം കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും അതുപോലെ തന്നെ 16 തന്നെയാണ്. 16 തന്നെയാണ്. പക്ഷേ ഇതിൽ അലോയ് വീൽസ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തു വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടയർ അലോയ് വീലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ടയർ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാം. വിഷയമുള്ള സംഗതി അല്ലാതെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ. ഇതും 16 മോഡൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 16 ഓടിയത് 1,80,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് ഞാൻ അവകാശപ്പെടൂല. അതാണ് കേട്ടോ. അതായത് ജെനുവിൻ അല്ലാന്നുണ്ടെങ്കിൽ ജെനുവിൻ അല്ലാതെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ഉറപ്പില്ല കിലോമീറ്ററിന്റെ കാര്യത്തിൽ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അത് ഗ്യാരണ്ടി ഒന്നുമില്ല, ഗ്യാരണ്ടി. അടിപൊളി. നല്ല സീറ്റ് കവറും ഉണ്ട്. ടയർ വാങ്ങലാണെങ്കിലും മോശമില്ല, പുത്തനല്ല, അത്യാവശ്യം. അത് ബ്രിഡ്ജിസ്റ്റോണിന്റെ ടയറാണ്, കാണാൻ വലിയ ചൊറുക്കുണ്ടാവില്ല, പക്ഷെ ഓടാൻ നല്ല ലൈഫ് കിട്ടുന്ന ഒരു സാധനമാണ്. ഇതിൽ ശരിക്കും ആ കട്ട കാര്യമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു അപാകതയില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കാം. എന്താ വില വരുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് പോലെ തന്നെ 10,000 നമുക്കൊരു 10,30,000 രൂപ ഫൈനൽ കൊടുക്കാം. അത് മാത്രമല്ല ഇൻഷുറൻസ് പുതിയത്. ഇതൊന്നും ലോണൊക്കെ ഫുൾ ലോണൊന്നും എത്തൂല, എന്തായാലും ഫുൾ ലോണൊന്നും എത്തൂല. ഇത് ശരാശരി 8-9 രൂപ വരെ ലോൺ കിട്ടും മാക്സിമം. അത്രയും. ഈ ലോണിന്റെ കേസിൽ നിങ്ങളുടെ പ്രൊഫൈലാണ് മെയിൻ. അത് നിങ്ങൾക്ക് മാക്സിമം പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു തരും. കറക്റ്റ്. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ, ഇത് അതുപോലെ തന്നെ 2015 G4 ഇന്നോവ. 15 G4 ഇന്നോവ. ഇതിനകത്ത് സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കമ്പനി ജെന്യൂൻ സീറ്റ് കവർ, കമ്പനി വന്ന അതേ കണ്ടീഷനിലുള്ള സീറ്റ് കവർ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അലോയ്സ്, പ്രൊജക്ടർ ലൈറ്റ്, ആൻഡ്രോയിഡ്, ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്. പുത്തൻ ടയറും കിടക്കുന്നുണ്ട്, നല്ല പുത്തൻ ടയർ 4 ഉണ്ട്. 15 ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഞാൻ പറഞ്ഞത് സീറ്റ് കവർ മാത്രം ഒന്ന് ചെയ്താൽ മതി. അല്ല, സീറ്റ് കവർ ആ വണ്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അതെ അതെ, നല്ല ഒറിജിനാലിറ്റി സീറ്റ് കവർ ആണ്. ഇനി വണ്ടികൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സീറ്റ് കവർ ചെയ്ത് കൊടുക്കണം നിർബന്ധം പറഞ്ഞവർക്ക് ചെയ്തും കൊടുക്കാം അല്ലെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ ഒന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, മേജർ ആയിട്ടൊന്നുമില്ല. ഓട്ടം പുറത്ത വണ്ടിയാണ്. 1,60,000 കിലോമീറ്റർ ആണ് ഇതിനകത്തുള്ളത്. കാണുന്നത് ജെനുവിൻ ആണെന്ന് പറയുന്നില്ല, അവകാശപ്പെടണ്ട. അതെ അതെ അതെ, അത് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തായിട്ടാണ്. കാരണം ആ കിലോമീറ്റർ ഒരു ജെനുവിനിറ്റി ഇല്ല. ഈ കിലോമീറ്റർ ജെനുവിനിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വണ്ടീന്റെ ബാക്കിയുള്ള സംഗതികൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ അല്ലേ. കറക്റ്റ്. കിലോമീറ്റർ എന്ന് പറയുന്ന സംഗതി പ്രോപ്പർ സർവീസ് ആവില്ല, അതുകൊണ്ടാണ് നമ്മളിത് ഗ്യാരണ്ടി പറയാത്തത്. ഇപ്പൊ വരുന്ന ആളുകൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒരു ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, എല്ലാ സംവിധാനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഇപ്പൊ നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയാണ് ഇത് ലോൺ കേസ് ആകുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂല. ലോൺ അല്ലാത്തൊരു കേസാണെങ്കിൽ ആളുകൾ പകുതി പൈസ തന്നിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് 48 മണിക്കൂറുകൾക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ലോൺ കേസ് ആകുമ്പോൾ നടക്കൂല. ലോൺ കേസ് ആകുമ്പോൾ ലോണായി അപ്രൂവൽ ആയി ഓരോ പേർക്ക് നെയിം ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ നമ്മളോടൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാത്തവരൊരു 4/3 ഭാഗം പൈസ തന്നിട്ട് 48 മണിക്കൂറുകൾക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി. എഞ്ചിന് ഗിയർ ബോക്സ്, അതാണല്ലോ ഒരു വണ്ടിന്റെ കൊടുക്കേണ്ടത്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക. ബാക്കി ചെറിയ സംഗതികൾ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് 5,000-10,000 രൂപയ്ക്ക് ഒരു വർഷാപ്പ് കയറിയാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടി വരില്ല എന്നൊന്നും പറയുമ്പോൾ ന്യായീകരിക്കൂല. പിന്നെ വേറെ കാര്യമുണ്ടോ, ഏതൊരു യൂസ് വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 100-150 കിലോമീറ്റർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിന്റെ അവസ്ഥ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ. ആളുകൾ എണ്ണടിക്കാൻ 100-200 പോലും പോയി ഊട്ടിയിലോ മൈസൂരൊക്കെ പോയി ഒന്നോട്ടെ, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ പൈസ തന്നാൽ മതി. ബാക്കി ആ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും ഇതിന് നമുക്ക് എന്താ 15 ഇത് നമ്മൾ 9,500 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. മാന്യമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലെ. 9,50,000 രൂപ റീവണ്ടി തന്നെയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 15 മോഡലും കൂടി ഉണ്ട്. ഇതാണെങ്കിലോ, ഇത് നമ്പറിൽ കേൽപ്പത്ത് AV എന്ന് പറഞ്ഞാൽ 2015 ആണ്. 15. പക്ഷെ ഇത് 2007 മോഡലേ വണ്ടിയുള്ളൂ. 2007 റീ ആക്കിയപ്പോ 15. അതെ 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 അതെ, 15 നമ്പറും ആയതാണ്, 15 ഷേപ്പും ആക്കിയാണ് വണ്ടി. അടിപൊളി. 2007 വണ്ടിയാണ് കേട്ടോ. പക്ഷെ ഇതിലും 4 പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. 2007 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി വണ്ടി. ഇതിന്റെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഉണ്ടാവും. 2007 മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, മേജർ ഇടി എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ നോക്കിക്കോളൂ. കാരണം ഈ ഫ്രണ്ട് മുഴുവൻ മാറി. അതെ അതെ, ഇതിന്റെ ഓൾറെഡി ബമ്പർ, മഡ്ഗാർഡ്, ഹെഡ്ലൈറ്റും ബോണറ്റും ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടാണല്ലോ ഇപ്പൊ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ലെങ്കിൽ ഇടിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇടിച്ചു നല്ല പല കാരണങ്ങളും ഉണ്ടാവും. വരുന്ന ആളുകൾ 2007 വണ്ടിയല്ലേ, പേപ്പർ ഒക്കെ വാലിഡ് ആണ് നിലവിൽ, എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഇത് നമുക്ക് ബഡ്ജറ്റിൽ കൊടുത്തൂടെ? ഇതൊക്കെ ഒരു ഓഫർ പ്രൈസ് ഉള്ള വണ്ടിയാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസക്ക് നമ്മളൊരു ചായന്റെ പൈസക്ക് വണ്ടിയും കൊടുക്കും, ഫുൾ ടാങ്ക് ഡീസലും അടിച്ചു. അതിന് വേറെ പറയാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഇത്രയും കാണിച്ച ഇന്നോവകളെല്ലാം നിങ്ങൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് മറക്കണ്ട, ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം മിനിമം 16,000 രൂപ ആണ് അല്ലേ? അത് വരും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമ്മളൊരു 2,80,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. 2,80,000 രൂപയ്ക്ക് 2007 ടൈപ്പ് 4 ഇത് 15ന്റെ ഗെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. പിന്നെ പറയാണ്ട് ഇത് 2007 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ആട്ടോ. വിത്ത് ഫുൾ ടാങ്ക് ഡീസലിൽ 2,80,000. അതിൽ കുറച്ച് ചോദിക്കരുത്. ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ വിടാത്തതുകൊണ്ടാണ് നമ്മൾ 8-10 വണ്ടി ഇപ്പൊ ഓഫറിൽ ഇടുന്നത്. ഈ മാസം 2,80,000 രൂപ ഫിക്സ്ഡ് പ്രൈസ് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ. ഇത് മിസ് ചെയ്യരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. മാത്രമല്ല ഇതിന്റെ കിലോമീറ്റർ ഞാൻ ഒന്നും പറയില്ല, വണ്ടിയല്ലേ, അതും കിലോമീറ്റർ ഒന്നും നമ്മൾ പറയണ്ട. നല്ലോണം ചെക്ക് ചെയ്യുക. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ വണ്ടിയല്ലേ ഈ പൈസക്ക് കൊടുക്കുന്നത്? 10 ആള് യാത്ര ചെയ്യുന്ന വണ്ടിയല്ലേ 2,80,000. അൾട്ടോ 2018 അൾട്ടോയ്ക്ക് കൊടുക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ എടുക്കാൻ താല്പര്യമുള്ളവർ നോക്കിക്കോളൂ. വെറും 2,80,000 ലോൺ കയറും നമുക്ക് കയ്യിൽ. ഇല്ല, ഇതിനകത്ത് ലോണൊന്നും. പിന്നെ വല്ല സേർട്ട് ലോണൊക്കെ കിട്ടും. ഒരു കാരണവശാലും അത് എടുക്കരുന്ന് മാത്രമേ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഇനി ഇതാണെങ്കിലോ, ഇത് 2015 ഇന്നോവയാണ്. 15 ആണല്ലേ? ശരിക്കും ഇതും അതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതാ ഞാൻ പറഞ്ഞു. അതും അത് 2007 ആണെങ്കിലും ഇത് 15 ആണെങ്കിലും ഒരു മാറ്റമല്ല. നമ്മൾ
RC ബുക്ക് നോക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. അതെ അല്ലേ. ഇനി 15 മോഡല് ഇത് ഓട്ടോ ഒക്കെ എത്രയാ? ഇത് ഓട്ടം ഇതിനകത്തുള്ളത് 1,70,000 കിലോമീറ്റർ. ജെനുവിൻ ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. വരുന്ന ആളുകൾ വരിക, ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പൊ 2007 മോഡലാണ്. അല്ല സോറി 15 മോഡൽ. അത് രണ്ടും കൂടി അങ്ങോട്ട്. ഇതും ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. അതായത് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ, സൂപ്പർ ലെതർ സീറ്റ് കവർ ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ്, ബാക്ക് സ്കേർട്ട്, ബോഡി സ്റ്റിക്കർ. അഡീഷണൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് നീട്ടിപ്പരുത്തി പറയണം. അപ്പൊ കൂടുതൽ നമ്മൾ പറയണില്ല. KL10 രജിസ്ട്രേഷനിലാണ്. എന്തായാലും നോക്കിക്കോളൂ. 15 മോഡൽ വണ്ടി. പിന്നെ ഇതിന്റെ അകത്തൊന്നും കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്ക് പറയാനില്ല അല്ലേ? മോഡൽ, കിലോമീറ്റർ അതേ ഉള്ളൂ. അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മളൊരുപാട് ഉണ്ട്. നമ്മളൊക്കെ പാടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെന്താ പ്രൈസ്? ഇത് നമ്മൾ 9,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. മാന്യമായ രീതിയിൽ നമുക്ക് ഡീലാക്കി ചെയ്ത് കൊടുക്കാം. ഫുൾ ടാങ്ക് ഡീസൽ എത്രക്ക് തന്നാലും ഈ മാസം 30-ാം തീയതി വരെ, മാർച്ച് 30-ാം തീയതി വരെ എത്രക്ക് തന്നാലും 2024 മാർച്ച് 30 വരെ ഓഫർ ഡീസൽ അടിച്ചു ഈ ഒരു മാസം. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് കാണിക്കാന്ന് വെച്ചായിരുന്നു. കാരണം അടുത്ത എപ്പിസോഡിൽ ഒരു 10-13 ക്രിസ്റ്റ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചാൽ എന്നാലും ഇതിൽ ഒരു ക്രിസ്റ്റ ഏതാ മോഡല്? 2016 മോഡല് G4 ആണ്. റീ രജിസ്ട്രേഷൻ ആണ്. ക്രിസ്റ്റകളിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ, 2016 സ്റ്റാർട്ടിംഗ് വണ്ടി. അതെ അതെ. പിന്നെ G4 ആണ്. G4 ആണോ? അല്ല, ഇത് G4 ആണ്. പക്ഷെ ഇത് Z-ലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനവും ചെയ്തു. അലോയ്സ്, ഫ്രണ്ട് ലാമ്പ്, പിന്നെ ഹെഡ്ലൈറ്റ്, പിന്നെ ടൈലാമ്പ്, സ്റ്റീരിയോ, സീറ്റ് കവർ മൊത്തത്തിൽ Z-ലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് ഓട്ടോ എത്രയാ? ഇത് 1,60,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. പ്രോപ്പർ സർവീസ് അല്ല. സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ അപ്പോഴും കമ്പനി കയറിയിട്ടുള്ളൂ. പക്ഷെ കിലോമീറ്റർ ജെന്യൂൻ ആണ്. കിലോമീറ്റർ ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും. പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു ഇന്നോവ ക്രിസ്റ്റനെ ഭയങ്കര ഹൈലൈറ്റ് കളറാണ്. ഹൈലൈറ്റ് കളർ മെറൂൺ ആണോ? ഇത് ശരിക്കും വൈൻ റെഡോ അങ്ങനെ എന്തോ? മെറൂൺ വൈൻ റെഡ് എന്നൊക്കെ പറയാം, മുന്തിരി എന്നൊക്കെ പറയും. ചില ആളുകൾ ഗ്രേപ്പ് കളർ എന്നൊക്കെ പറയും. പല ആളുകൾക്കും പല കാഴ്ചപ്പാടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മാർക്കറ്റിൽ ഒരു വണ്ടിയുണ്ട്. ഈ ഒരു കളർ വരുന്നുണ്ട്. അഡീഷണൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, സാധാരണ 16 ഇഞ്ച് വീലാണ് വരുന്നത്. 17 ഇഞ്ച് വീലുണ്ട്, പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്, പിന്നെ പുതിയ മോഡൽ ആക്കിയിട്ടുണ്ട്. ഇത് അഡീഷണൽ പറയുമ്പോൾ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും G4 വരൂല. Z-ലേക്ക് മാറ്റിയിട്ട് എല്ലാ രീതിയിലും കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഓഫർ പ്രൈസ് എന്നുള്ള 14,25,000 രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 14 രൂപ ഫിക്സഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഫൈനൽ നമുക്ക് കൊടുക്കാം. അതൊക്കെ ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ. ഫുൾ ടാങ്ക് ഡീസൽ, സംശയമില്ല. നമ്മൾ പറഞ്ഞ വാക്ക് ചെയ്യണല്ലോ. അപ്പൊ എന്തായാലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോട്ടെ. ക്ലീൻ വണ്ടിയാണ്. ഒരു കുഴപ്പവും നിലവിൽ എനിക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2015 തന്നെയാണ്. 15 തന്നെ അല്ലേ? ഓക്കെ, 14, 15, 16 ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടി മോഡൽ കുറഞ്ഞ വണ്ടികളാണ് നമ്മുടെ അടുത്ത് കുറവ് എന്ന് പറയാനുള്ളത്. ഇത് 2015 G4 ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 140 ആണ്. അത് ജെന്യൂൻ ആണ്, നമ്മൾ അവകാശപ്പെടേണ്ട. വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ എല്ലാത്തിന്റെ ഹിസ്റ്ററി നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്താണോ? നമ്മൾ എല്ലാ വണ്ടി എടുക്കുമ്പോഴും ഹിസ്റ്ററി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ, അല്ലാതെ നമ്മൾ എടുക്കലില്ല. എന്നാൽ തന്നെ റയർ ആയിട്ട് നമ്മൾ അറിയാത്ത സംഗതികളൊക്കെ കൊടുക്കും. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പൊ എല്ലാ വണ്ടി, ഇത്രയും വണ്ടി നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും കഴിയൂല. ഈ 50 വണ്ടി പർച്ചേസ്, ഒരു ദിവസം ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ 50 വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ 2 മാസം സമയം എടുക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ ആളുകൾ വിളിച്ച് ഫോട്ടോ വിട്ട് തരും. അതിന്റെ ഹിസ്റ്ററിയും ഡീറ്റെയിൽ ഒക്കെ നമ്മൾ എടുക്കും. പിന്നെ നമ്മൾ പൈസ ഇട്ട് കൊടുത്ത് വണ്ടി വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലയിൽ വരലുണ്ട്. അതൊക്കെ സർവ്വസാധാരണയാണ്. പിന്നെ ഇതൊക്കെ ഒരു ബിസിനസ് ആണ്. പറഞ്ഞ പോലെ വാങ്ങിക്കുന്നവരാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുക. അതായത് ഒരു യൂസ് കാർ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കുന്ന പോലെ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നല്ലോണം ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ മാത്രം എടുക്കാം. പിന്നെ അത് നമ്മളിവിടെ വന്ന കസ്റ്റമേഴ്സിനോട് എല്ലാവരും പറയുന്നതാണ്. പിന്നെ വരുന്ന ആളുകൾ ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഓടിച്ചിട്ട് എന്തെങ്കിലും കുറവുകൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നികത്തി കൊടുക്കും അല്ലേ? പിന്നെ ഇതിന്റെ പേരെന്നെ സെക്കൻഡ് ഹാൻഡ് എന്നാണല്ലോ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു കുറവുകൾ ഉണ്ട് എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം കേട്ടോ. അല്ല, ഞാൻ ടു ബി ഫ്രാങ്ക് ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നതാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇപ്പൊ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്താൽ അതിന് പല കംപ്ലൈന്റ് വരും. അതുണ്ടാവും മനസ്സിലായില്ല. ഒരു വാറണ്ടിയും കാര്യങ്ങളും കൊണ്ടാണ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇത് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇത് 9,000 തന്നെയാണ് പറയുന്നത്. 9,000 നമ്മൾ ആസ്ക് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും മാന്യമായ രീതിയിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നല്ല ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഡീസൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പുതുപുത്തൻ പോളോ കിടക്കേണ്ട ഞാൻ കാണിച്ചു തരാം. ഈ i20 ഇതേതാ മോഡൽ? ഇത് 2012 മോഡലാണ്. ആസ്റ്റയാണ്. 12 ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. ഏറ്റവും ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ അലോയ് ABS എയർ ബാഗ് ഒക്കെ വരുന്ന ആസ്റ്റന്റെ നേരെ താഴെയുള്ള വണ്ടി. 2012 വണ്ടി. പിന്നെ ഇതിന്റെ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ 4 ടയർ പുത്തൻ ടയർ ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും. ഓട്ടം എത്രയൊക്കെ? ഓട്ടം ഇതിനകത്തുള്ളത് 1,40,000 കിലോമീറ്റർ. പിന്നെ ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്നും ഞാൻ എടുത്തിട്ടില്ല. അത് നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഓൾറെഡി കണ്ണൂർ പാർട്ടി ഇവിടെ നമ്മൾ എടുത്ത് വന്നു. ഇനോമ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ച വണ്ടിയാണ്. പാർട്ടി ഉപയോഗിച്ച വണ്ടിയാ. പിന്നെ ഇവിടെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്.
മെയിൻ ക്ലാസ് റീപ്ലേസ് അതുപോലെ തന്നെ ബമ്പറൊക്കെ എന്തായാലും റീപ്ലേസ് ആയിട്ടുണ്ടാവും. ഒന്ന് ടച്ചിങ് ഇതൊക്കെ എന്താ വെച്ചാൽ കുറവുകളൊക്കെ നമുക്കൊന്ന് ടച്ചിങ് പോളിഷ് ചെയ്ത് നമ്മൾ കൊടുക്കും, അതൊന്നും കുഴപ്പമില്ല. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ സാധാരണക്കാരനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു വണ്ടിയാണ്. ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 1.90 കിട്ടിയ 2012 വണ്ടി കൊടുക്കാം. 1,90,000 ഡീസൽ i20 സ്പോർട്സ് ആണ്. ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാന്ന്, ചെറിയ കുറവുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2012 വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ 12, 22, 12 കൊല്ലം ഓടിയതായിട്ടുള്ള ഒരു കുറവുകൾ എന്തായാലും ഉണ്ടാവും. ബാക്കിയൊക്കെ ചെക്ക് ചെയ്തോളൂ. മാക്സിമം നോക്കിയിട്ട് എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം ലോ ബഡ്ജറ്റിൽ കിട്ടുന്നതാണ്. ഇതൊന്നും ഇദ്ദേഹത്തിന്റെ ഒരു മേഖലയല്ല. അതെ, കറക്റ്റ്. എക്സ്ചേഞ്ച് മാത്രമാണ്. അല്ല, ഇതൊക്കെ ഈ ചെറുവണ്ടികളൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിൽ എടുക്കുന്ന വണ്ടികൾ. നമുക്ക് ഇവിടെ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ബ്രാൻഡിംഗ് ഒക്കെ അറിയാലോ. നമ്മുടെ നെയിം ബ്രാൻഡ് ടയോട്ടയാണ്. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ അതേ വിൽക്കലുള്ളൂ. പിന്നെ ചില വണ്ടികൾ നമ്മൾ വരുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ എക്സ്ചേഞ്ച് വരുമ്പോൾ ഒട്ടും പറ്റും. കറക്റ്റ്. എന്തായാലും നോക്കിക്കോളൂ. 1.90 12 i20. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലൊക്കെ ഈ ഷിഫ്റ്റ് 2016 മോഡല്. 16. ലാസ്റ്റ് വണ്ടികളിലൊന്നാണ്. ഡീസലാണോ? കറക്റ്റ്, ഡീസലാ? ഡീസൽ കാസർഗോഡ് വണ്ടിയാണ്. കാസർഗോഡ് കാതർബായിയാണ് ഇത്. ശരിക്കും എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയത് 1,30,35,000 31,35 ജെന്യൂൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി കിട്ടും. സർവീസ് ഇതൊക്കെ മാരുതിന്റെ വണ്ടിയല്ല. ഇവിടെ ഇഷ്ടംപോലെ ഷോറൂമുകളിലല്ലേ. അതെ. ഇന്റീരിയർ മോശമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. പിന്നെ എല്ലാം കമ്പനി വന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതാണ്. ഒന്നും ചെയ്തിട്ടില്ല. അഡീഷണൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. കമ്പനി വരുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അതെ. പിന്നെ ടയർ ഭാഗങ്ങളും മോശമില്ല. ഒരു 60% ഉണ്ട്. ഇത് നമുക്ക് എന്തൊക്കെ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 4,00,000 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. മാന്യമായിട്ടുള്ള വിലയാണ്. 5,500 ചോദിക്കുന്നത്. 2016 ഷിഫ്റ്റ് അല്ലേ. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുക്കും. 4,50,000 രൂപയ്ക്ക് 2016 സ്വിഫ്റ്റ് VDI ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. വേറെ കാര്യമായ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഹിസ്റ്ററി നമ്മൾ എടുത്തതാണ്. 4,50,000 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടും. അത് മാത്രമല്ല ആ i20യും ഈ സ്വിഫ്റ്റ് എല്ലാം ഫുൾ ടാങ്ക് ഡീസൽ. കറക്റ്റ്. ഏത് വണ്ടി 30-ാം തീയതി വരെ എല്ലാ വണ്ടി, ഏത് വണ്ടി ഇന്ന വണ്ടി നമ്മളെ ലാഭം നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ ബാക്കി ചെയ്തു കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 4,50,000 രൂപയ്ക്ക് 16 മോഡൽ ഡീസൽ വേറെ എവിടെയും കിട്ടുമോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. ഇനി എറ്റിയോസ് ആണെങ്കിലോ? എറ്റിയോസിൽ ഇവ 2013 മോഡലാണ്. നല്ല അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ. 13 അപേക്ഷിച്ച് മോശമൊന്നുമില്ല. 13 വണ്ടിയാണ്. ഒരു ഹെഡ്ലൈറ്റ് ഒന്ന് ക്ലീൻ ആക്കാം. ചെറിയൊരു നിറം കുറവുണ്ട്. 13-ന്റേതായിട്ടുള്ള ഒരു മങ്ങലുണ്ട്. പിന്നെ ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. എത്ര ഓടിയിട്ടുണ്ട് ഇത്? ഇത് ഇതിനകത്തുള്ള കിലോമീറ്റർ 1,15,000 1,20,000 ഒക്കെയാണ്. എന്തായാലും ഡൽഹി പ്രൈവറ്റ് വണ്ടി റിയ ആയതാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എന്തായാലും കിലോമീറ്റർ നമ്മൾ പറയണ്ട. അതെ. വേറൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഈ 6/4/2013 എന്നുള്ള ഒരു ടാഗ് പോലും മെയിൻ ക്ലാസ്സിന് പോയിട്ടില്ല അല്ലേ? റീപ്ലേസ് ഇല്ല. അതെ. ക്ലീൻ ആണ്. ഇത് മറ്റേ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് പ്ലാറ്റത്തിലേക്ക് കൺവേർട്ട് മാറ്റിയിട്ടില്ല. ഒരു 10,000-15,000 രൂപ കൊണ്ടുവക്കാൻ അങ്ങനെയൊക്കെ ചെയ്ത വണ്ടി ഒന്നുകൂടി വൃത്തി. അത് വണ്ടികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ആവശ്യക്കാർ വരികയാണെങ്കിൽ 10-12 റുപ്യന്റെ കേസുള്ളൂ. പിന്നെ ചില ആളുകൾക്ക് ഒറിജിനാലിറ്റി വേണ്ടി വരും. അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ നിലനിർത്തിയതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 3.5 ആസ്ക് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും 10-15 കുറച്ച് കൊടുക്കാം. 13 മോഡൽ ലിവ GD. കിലോമീറ്റർ നിങ്ങൾ നോക്കി എടുത്താൽ മതി കേട്ടോ. ജെനുവിനാണെന്ന് പറയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 20-ന് മേലെ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. കറക്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ടയാണ്. അതെ, ടൊയോട്ടയുടെ വണ്ടിയാണ്. മെയിൻ്റെനൻസ് ഇല്ലല്ലോ ഈ സാധനത്തിന്. നേരെ ഇന്ധനം അടിക്കുക, ഓടുക. അത്രേ ഉള്ളൂ. ഓൾറെഡി ഞാൻ 8 കൊല്ലമായിട്ട് ഉപയോഗിക്കേണ്ട ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്ന് നോക്കിക്കോളൂ. അതിന്റെ വില നമ്മൾ 3.5 അല്ലേ? 3.5 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരു 3.35 3.30 കിട്ടിയാൽ കൊടുത്തു വിടാം. ഇതോ? ഇത് 2009 വണ്ടിയാണ്. 9 സ്വിഫ്റ്റ് ആണ്. പഴയ ഷേപ്പാണ്. വലിയൊരു ഹൈ ക്വാളിറ്റി വണ്ടിയൊന്നുമല്ല, മിഡിൽ ക്ലാസ് വണ്ടിയാണ്. അതെ, അതിന്റെ വിലയേ ഉള്ളൂ. 2009 VDI ആണ്. കിലോമീറ്റർ ഒന്നും പറയണ്ട, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതെ, കിലോമീറ്റർ ചെക്ക് ചെയ്യാം. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വണ്ടിയൊക്കെ എടുക്കുക, ഒരു 100 കിലോമീറ്റർ ഓടിച്ചു നോക്കിയാൽ ആ വണ്ടിന്റെ അവസ്ഥ എന്താ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ഇത് 11-ൽ ഗ്ലാസ് മാറിയതാണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ബോണ്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ടച്ചപ്പും പണിയൊക്കെ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, വലിയ ഹൈ ക്വാളിറ്റി അല്ല. അങ്ങനെ മോനവാഗ്ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മിഡിൽ ക്ലാസ് പിന്നെ വണ്ടി, ആവറേജ് വണ്ടി. എന്താ പ്രൈസ്? ഇത് നമുക്ക് ഒരു 1.60 കിട്ടിയാൽ കൊടുക്കും. 1,60,000 2009 വണ്ടി കേട്ടോ. ഉണ്ടോ? അല്ല, വിത്ത് ഫുൾ ടാങ്ക് ഡീസലും. ഒരു 4,000 രൂപ ഡീസൽ അടിച്ചു കൊടുത്ത 1.55 മടങ്ങുള്ളൂ. അപ്പൊ 2009 ഷിഫ്റ്റ് അല്ലേ? പേപ്പറൊക്കെ ഏകദേശം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലൊക്കെ പേപ്പറും ഉള്ളൂ. ഒന്നുമില്ല, ആകെ 5,000 രൂപ 6,000 രൂപ ടാക്സ് റിന്യൂവൽ എടുക്കും ചെയ്യാം. അത്രേ വരുള്ളൂ. നിങ്ങൾ നോക്കിക്കോളൂ. 1,60,000 രൂപയ്ക്ക് 2009 മോഡൽ വണ്ടി നിങ്ങൾക്ക് കിട്ടും. അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഒരു പുത്തൻ പോളോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി പുത്തൻ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. പോളോ 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 22/1/2020 ആണ്. അതായത് പുതുപുത്തൻ പോളോ ആണ്. വെടിച്ചില്ല വണ്ടി തന്നെ പറയാം. ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്.
അലോയ് വീൽ ഉണ്ട്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് ഓടിയത് കറക്റ്റ് 52,000 കിലോമീറ്റർ. 52 ഓടിയുള്ളൂ. ജെനുവിൻ ആയിരിക്കും. കിലോമീറ്റർ, സർവീസ് ബുക്ക്, സ്പെയർ കീ, എല്ലാ സാധനങ്ങളും ഉണ്ട്. സെക്കൻഡ് ടയർ ആണ് കിടക്കുന്നത്. അത് ഏകദേശം ഒരു 80% ഉണ്ട്. എല്ലാവിധ സാധനങ്ങളും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. ഇത് എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലോ. ഐലൈൻ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 ഇതിന്റെ മേലൊരു ഓപ്ഷൻ ഇല്ല പെട്രോളില്. ഐലൈൻ പ്ലസ്. അതെ അതെ. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കുറെ കാലത്തിനിടയ്ക്ക് ഈ 19-20 മോഡൽ വണ്ടിയൊക്കെ കുറെ കാലത്തിനിടയ്ക്ക് കാണുന്നത്. കറക്റ്റ്. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഏകദേശം ഫുൾ ഓണും കിട്ടും. ഓൾ ആയതുകൊണ്ട് വോക്സ് വാഗന്റെ വണ്ടിയല്ലേ. 20 മോഡൽ ഉണ്ടല്ലോ. 19-20 ആണല്ലോ ഇപ്പൊ നമ്മൾ ഫിനാൻസുകാർ കൂടുക. ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് നമ്മളൊരു ഫിക്സഡ് പ്രൈസ് എന്നുള്ളത് നമുക്ക് ഒരു 6,75,000 രൂപ. 6,75,000. എന്തെങ്കിലുമൊക്കെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. അത്രേ ഉള്ളൂ. അടിപൊളി. 6,75,000 രൂപയ്ക്ക് 2020 മോഡലുള്ള പോളോ ഫുൾ ഓണിൽ ₹1 കയ്യിൽ മുടക്കാണ്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകട്ടെ. ഇത്രയും മോഡൽ കൂടിയ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യേണ്ട. പെട്രോൾ വണ്ടി ഒരു ഏകദേശം ഒരു 15-16 മൈലേജും കിട്ടും. മൈലേജ് ഒക്കെ 15-16 കിട്ടേണ്ടതാണ് ശരാശരി. എനിക്ക് പിന്നെ പോളോന്റെ മൈലേജ് അറിയാത്തത് ഞാനത് പറയൂല. അതെ. പിന്നെ ഇതിപ്പോ എന്താ വെച്ചാൽ എല്ലാവരും വന്ന് ഇത് പോളോനെ പറ്റി അറിയുന്ന ആളുകളെ പോളോ എടുക്കുള്ളൂ. അങ്ങനെയല്ല. ടയോട്ടന്റെ വണ്ടി അങ്ങനെയല്ല. മാരുതി ടയോട്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കും. വോക്സ് വാഗന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റേതായിട്ടുള്ള സ്പെഷ്യൽ ആളുകളുണ്ട്. കൊണ്ടുപോകുള്ളൂ. അതെ അതെ. പിന്നെ ആ ഒരു രീതിക്ക് നോക്കുന്നവർ നോക്കിക്കോളൂ. അത്രയും ക്ലീൻ വണ്ടിയാണ്. എനിക്ക് നമ്പറൊക്കെ ഞാൻ വീഡിയോയുടെ മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോൾ അവസരം. പോളോനെ അപേക്ഷിച്ച് ഹൈ ക്വാളിറ്റി വണ്ടി. അതൊക്കെ ഒരു ഷോറൂമിൽ നിന്ന് റിബൺ കെട്ടി ഇറക്കേണ്ട വണ്ടിയാണ്. അങ്ങനെ ഉണ്ടല്ലോ. വണ്ടിന്റെ മൊത്തത്തിലുള്ള ഒരു കിടപ്പ് കണ്ട ഷോറൂമിൽ നിന്നുണ്ടല്ലോ നമ്മൾ റിബൺ കെട്ടിയിട്ട് ഇറക്കുന്നത്. ക്വാളിറ്റി നമ്മൾ തന്നെ റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നോവകൾ മാത്രമേ കാണിക്കാറുള്ളൂ. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ വണ്ടികൾ നല്ല ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ അതിന്റെ ഇടയിൽ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു നിലയിൽ കുറച്ച് വണ്ടികളും കൂടി കിടക്കുന്നുണ്ട്. അതും കൂടി ഇത് കാണിച്ചു തരാം. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2012 മോഡൽ G4 ആണ്. ഇത് 12 ആണോ? 12. 16 എന്ന് തന്നെ പറയാനുണ്ട്. ചൊറുക്ക് ഒരു 16-കാരിയുടെ ചൊറുക്കുണ്ട്. പക്ഷെ വണ്ടി 12 ഉള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് ഫ്രണ്ട് കംപ്ലീറ്റ് മാറിയതാണ്. അതിന്റെ ഷോറൂമിൽ നിന്ന് മാറിയതാണ്. ടയോട്ട ഷോറൂമിൽ നിന്ന് മാറിയതാണ്. 2012 മോഡലാണ് ഈ വണ്ടി. ഇത് G4 ആണ്. ഇവിടെ പേപ്പർ ആയിട്ടില്ല. ഇല്ല. ഇതിൽ എന്താ വെച്ചാൽ ഒരു പോസിറ്റീവ് ഉള്ളത്. നിലവിൽ ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. നമുക്ക് കേരളത്തിൽ എവിടേക്കും NOC എടുത്ത് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും തരും നിങ്ങൾക്ക്. കറക്റ്റ്. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബോഡി ലൈൻ ആണെങ്കിലും ഒരു ചെറിയൊരു ബെൻഡ് പോലെ എവിടെ ആണ്. വണ്ടി ഉള്ളത് പ്രോപ്പർ സർവീസ് ആണ്. കിലോമീറ്റർ ലേശം അധികം ഓടിയിട്ടുണ്ട്. 2.5 ലക്ഷം കിലോമീറ്റർ. 2.5 ഓടി. ടൊയോട്ടനെ സംബന്ധിച്ച് 2.5 ക്ഷീണിക്കൂല. നമ്മളിപ്പോ ഇതിന്റെ മുമ്പ് വീഡിയോ പറഞ്ഞ മാതിരി ഓടിയിട്ട് ക്ഷീണിക്കുന്ന ഒരു സംഗതി അല്ല ഈ ടയോട്ട എന്ന് പറഞ്ഞ സംഗതി. അതെ അതെ. നല്ല നീറ്റ് ആണ്. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയറും ടയറും കാര്യങ്ങളും പ്രത്യേകിച്ച് അഡീഷണൽ ഓരോ നമ്മൾ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല. മെയിൻ ഗ്ലാസ് അടക്കം റീപ്ലേസ് അല്ല. ഗ്യാരണ്ടി കൊടുത്താൽ. നീറ്റ് വണ്ടി. പ്രോപ്പർ സർവീസ് ഉണ്ട്. 2.5 ലക്ഷം കിലോമീറ്ററിന്റെ. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. പ്രൈസ് കൂടി കേട്ടെ. ഇത് നമുക്ക് 6.5 രൂപ ഒരു ഫിക്സ്ഡ് എന്നുള്ള വണ്ടിന്റെ ക്വാളിറ്റി ആയിട്ട് അതൊന്നും 6.5 കൊടുത്ത ഒന്നും കിട്ടിയിട്ടല്ല. 6.5 രൂപക്ക് കേരളത്തിൽ എവിടെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. 6,50,000 ടയർ പുതിയത്, ഫുൾ കവർ ഇൻഷുറൻസ്, സർവീസ് ബുക്ക്, 3 ചാവി, എല്ലാ സാധനവും ഉണ്ട്. ലോൺ ഏകദേശം 5-5 രൂപ ലോണിന്റെ ആവശ്യക്കാരാണ്. 5 രൂപ സുഖമായിട്ട് പറഞ്ഞോളൂ. 5 രൂപ ഗ്യാരണ്ടി പറയാം നമുക്ക്. 1.5 ലക്ഷം രൂപയുടെ നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ട് പോവാം. 12 മോഡൽ. ഇത് കണ്ടാൽ ഒരു 16-17 മോഡലാണ് പറഞ്ഞു കൂട്ടും. അത്രയും ക്ലീൻ ആണ്. ഇനി ഇതാണെങ്കിലോ? ഇത് 2010 ആണ്. 10 ആണ്. 10ലും ടൈപ്പ് 4 ആക്കിയ വണ്ടിയാണ്. ഇന്റർകൂളർ വണ്ടിയാണ്. V ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇന്റർകൂളർ വണ്ടിയാണ്. എനിക്ക് അന്ന് വന്ന അലോയ്സും കാര്യങ്ങളൊക്കെ തന്നെ. അല്ല, അലോയ്സ് ഇതല്ല. അത് ശരിക്കും 14 വരുന്ന അലോയ്സ് ആണ്. മാറ്റിയതാണ്. 14 വരുന്ന 13, 14, 15 വരുന്ന അലോയ്സ് ആണ് ഉള്ളത്. നല്ല വൃത്തിയുള്ള 2010 അപേക്ഷിച്ച് നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, ക്രിസ്റ്റയുടെ സീറ്റും കാര്യങ്ങളും, ആൻഡ്രോയിഡ് സെറ്റും, അലോയ്സും കാര്യങ്ങളും അഡീഷണൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ നീട്ടിപ്പരുത്തി പറയണ്ട. പിന്നെ മെയിൻ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടോ? മെയിൻ ഗ്ലാസ് നിലവിൽ ഇതിമ്മ മാറിയതായിട്ട് കാണുന്നില്ല. ബോണറ്റ്, ബമ്പർ, മഡ്ഗാർഡൊക്കെ എന്തായാലും മാറിയതാണല്ലോ. പിന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മെയിൻ ആയിട്ട്. അതാണ് പറയേണ്ടത്. നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. 10 മോഡൽ എന്താ വില വരുന്നത്? ഇത് നമുക്ക് 5 ലക്ഷം റുപ്യാണ് 2010 V ഇന്റർകൂളർ നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും ചെറിയൊരു പൈസ, ഒരു പൊടിക്കായി കുറച്ച് നമുക്ക് കൊടുക്കാം. 5 ലക്ഷം അല്ല പറഞ്ഞത്? അതെ അതെ. ഒരു 4 സംതിങ്ങിന് ലാസ്റ്റ് എണ്ണ അടിച്ചു തരും. ഈ പറഞ്ഞ പോലെ വണ്ടി ക്ലീൻ വണ്ടിയാണ്. ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കിലോമീറ്റർ നമ്മൾ 2,40,000 കിലോമീറ്റർ അതിനകത്ത്. ഞാൻ നോക്കിയിട്ടില്ല. നോക്കാത്തൊരു സംഗതി നമ്മൾ വെറുതെ പറയണ്ടല്ലോ. അതെ അതെ. കിലോമീറ്ററിന്റെ കാര്യത്തിൽ ജെനുവിനിറ്റി പറയുന്നില്ല. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ. 5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ കിട്ടും കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് 2013. ഓക്കെ. 12, 10, 13, 14. അതെ, മോഡൽ കുറഞ്ഞ വണ്ടികൾ ഇപ്പൊ കുറച്ചൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകിച്ച് കാണിക്കുന്നത്. 13 എത്ര ഓടിയിട്ടുണ്ട്? 13 വണ്ടി ഓടിയത് 1.80. HR പ്രൈവറ്റ് വണ്ടി. പറയാൻ പറ്റില്ല. പറയണ്ട. അത്യാവശ്യം നീറ്റാണ്. KL10 രജിസ്ട്രേഷൻ 2013 അപേക്ഷിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതെ. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്.
പിന്നെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്തൊക്കെ റേറ്റ് വരുന്നത്? നമ്മളൊരു 7,400 ആസ്ക് ചെയ്യുന്നത്. മാന്യമായുള്ള രീതിയിൽ എന്താ വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. 13 വണ്ടി 7,25,000 രൂപ. 7 രൂപയിലൊക്കെ പോവോ? 7 ഇല്ലെങ്കിലും നമുക്കൊരു 7-15 ഒക്കെ കിട്ടുകയാണെങ്കിൽ കൊടുത്തു വിടാം. ഇപ്പത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. എണ്ണ അടിച്ചു കൊടുക്കും. അതിപ്പോ എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കും, പറഞ്ഞാൽ ചെയ്തു കൊടുക്കുമല്ലോ. അതെ അതെ. അപ്പൊ എന്തായാലും ഫുൾ ടാങ്ക് എണ്ണയിൽ 7,25,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. വണ്ടി ക്ലീൻ വണ്ടിയാണ്, ഒന്നും മാറിയിട്ടില്ല. റീപ്ലേസ്മെന്റ് എന്ന് പറയാൻ മേജർ ഒന്നുമില്ല, മേജറും ഇല്ല മൈനറും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, വരുന്ന ആളുകൾ ഓല റിസ്കിൽ ചെക്ക് ചെയ്യാം. ഇതിന് നമ്മളെന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിട്ട് നമ്മൾ ഗ്യാരണ്ടി മാറേണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, 1 ദിവസം 2 ദിവസം ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. അത് റെഡി ക്യാഷിനൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ല, അതിൽ കഴിഞ്ഞ് പകുതി മാന്യമായിട്ട് പകുതി പൈസ എന്നാലും നമ്മൾ കൊടുത്തു കൊടുക്കും. നമ്മൾ കസ്റ്റമർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തും കൊടുക്കും. 7,25 ചോദിക്കുന്നത്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം നിങ്ങൾക്ക് ഒരു 5,000-6 രൂപ വരെ ലോൺ കിട്ടും. ഇനി ഇതാണെങ്കിലോ സിൽക്കി ഗോൾഡ്, ഇത് 2015 ആണ്. 15 മോഡല്, 15 G4 സെക്കൻഡ് ഓണർ വണ്ടി. ഓട്ടോക്കെയോ? ഓട്ടം ഇതിനകത്തുള്ള കിലോമീറ്റർ 1,70,000-1,60,000 സംതിങ് ആണ്. ജെന്യൂൻ അല്ല, കിലോമീറ്റർ ജെന്യൂൻ അല്ല. വണ്ടി മെയിൻ ക്ലാസ് ഒക്കെ പക്കയാണ്. മെയിൻ ക്ലാസ് പക്കയാണ്. ഓക്കെ. കാര്യമായ ഒരു പ്രശ്നം നിലവിൽ കാണുന്നില്ല. 4 പുത്തൻ ടയർ ഉണ്ട്. 4 പുത്തൻ ടയർ, നല്ല സീറ്റ് കവർ, കാര്യങ്ങൾ, ഇൻഷുറൻസ് ഇല്ല. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് എടുത്തും കൊടുക്കാം. ഓക്കെ. ഓൾറൗണ്ട് പിന്നെ വണ്ടിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല അടിപൊളിയാണ്. ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളും ഉണ്ട്. എല്ലാ സംഭവവും 15 അപേക്ഷിച്ച് നല്ല ക്ലീൻ വണ്ടി ഉണ്ട്. എന്താ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമ്മൾ 9.5 ഒരു 9.15 കിട്ടിയാണ് കൊടുക്കുക നമുക്ക്. 15 വണ്ടി. 15 വണ്ടി ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് ഒരു 9.15 ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും പിന്നെ കുറയാണ്ടോ? അതൊക്കെ വന്ന് ഡീലാക്കുമ്പോ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ചെറിയ സംഗതിക്ക് നമ്മൾ പറയുന്ന മാതിരി നമ്മളെടുത്ത് വന്നിട്ട് ആരും തെറ്റി പോകൂല. 5 രൂപ 10 ഒന്നും നമ്മൾ ആരും തെറ്റിച്ച് വിടൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളായിട്ട് പിന്നെ ബിസിനസ് ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ ഉണ്ടാവുമ്പോഴേ കച്ചവടങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനും നിങ്ങൾ യൂട്യൂബിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആളുകൾ കസ്റ്റമേഴ്സ് വന്ന് നമ്മളെ അടുത്ത് നിന്ന് കൊണ്ടുപോയി നമ്മളെ സർവീസും നമ്മളെ ഓലായിട്ടുള്ള ഡീലിംഗും നമ്മൾ നല്ല വണ്ടിയും കൊടുക്കുമ്പോൾ എന്താവുള്ളൂ, എല്ലാവരും പിന്നെയും വിളിക്കുള്ളൂ. വരുന്നില്ലെങ്കിൽ അതോടുകൂടി ആ പരിപാടി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏറ്റവും മിനിമം 500 വണ്ടീന്റെ മേലെ നിങ്ങൾ വിട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ വണ്ടി നമ്മൾ ഇടാൻ തുടങ്ങിയതിന് എത്ര വണ്ടി എന്നുള്ളത് എന്തായാലും ഞാൻ കറക്റ്റിന്റെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ കേരളത്തിന്റെ അങ്ങോളം അങ്ങ് തൊട്ട് ഇങ്ങ് വരെ നമ്മളെന്ത് കാസർഗോഡ് തൊട്ട് കണ്ണൂർ വരെ നമ്മൾ അത്യാവശ്യം വണ്ടികൾ കൊടുത്തതാണ്. പിന്നെ ഇപ്പൊ റെയർ ആയിട്ട് ഇപ്പൊ എന്താ നമ്മൾ ഈ കുട്ടികളെ കെട്ടിക്കണ മാതിരിയാണ്. നല്ലൊരു ബന്ധാവും വളരെ ഹാപ്പി ആവും. പിന്നെ അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ചില ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, തലാക്കല്ലുണ്ടല്ലോ, ഡിവോഴ്സ് ആകുന്ന മാതിരിയാണ് ഇത്. അപ്പൊ ചില വണ്ടി കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവും, പരാതി ഉണ്ടാവും, പരിഭവം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ ഇതിലുള്ള സംഗതി ഏത് അങ്ങനെ ഉണ്ടല്ലോ, കച്ചവടത്തിലുള്ള ഒരു സംഗതി. നിങ്ങളിപ്പോ എന്ത് ബിസിനസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബാക്കി നിങ്ങൾ മെയിൻ ആയിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഉത്തരവാദിത്വം നിങ്ങളതാണ്. ഇപ്പൊ ഇങ്ങനെ എന്ത് വേണേലും പറഞ്ഞു. മൂപ്പർക്ക് അത് കച്ചവടമാക്കാൻ വേണ്ടി ചിലപ്പോൾ മൂപ്പർ അതും ഇതൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, ഇല്ലാത്തൊരു സംഗതി നമ്മൾ പറയൂല. ഞാൻ പറയാം, കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അതിന്റെ പുറമെ ഒരു വണ്ടി എടുക്കുക, കാശ് മുടക്കി ഒരു സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ ഇവർ പറയുന്നതിന്റെ മേലെ എത്രത്തോളം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. പിന്നെ എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല, ചെക്കിങ് മാത്രമേ ഉള്ളൂ. വേറെ ആ ഒരു രീതിക്ക് കണ്ടിട്ട്. ഓക്കെ. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 വി ഓപ്ഷൻ ആണ്. 14 വി അല്ലേ? 14 KL84 കൊണ്ടോട്ടി നമ്പർ ആയ വണ്ടി. ഇതും ക്ലീൻ വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് പിന്നെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ കമ്പനി ഹിസ്റ്ററിയിൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ടിലെ ബമ്പർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ. മാറ്റി വെച്ചതാണോ? മാറ്റി വെച്ചതാ. പിന്നെ അതൊക്കെ എന്താ പറയുക, ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടി ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ വരുമ്പോൾ ഷോറൂമിൽ പോയാൽ മാറും. അങ്ങനെ 14 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഇതിനകത്ത് വേറെ എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? ടച്ച് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അല്ലേ? അതെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മള് 9.15 ആസ്ക് ചെയ്യുന്നത്. മാന്യമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ എന്ന് പറയേണ്ട ഒരു 9 റുപ്യൊക്കെ ഫൈനൽ ആകുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുക്കും. അടിപൊളി. നിങ്ങൾ നോക്കിക്കോളൂ, ക്ലീൻ വണ്ടിയാണ്. 9 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ തരും. പിന്നെ ഉള്ളിൽ തരുമെന്ന് വെച്ചപ്പോ കിട്ടൂലെന്നാ സാഹചര്യത്തില്. എന്നിരുന്നാലും അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോ വണ്ടി കച്ചവടം തുടങ്ങിയിട്ട് കുറെ കാലമായി. നമ്മളിത് കൊല്ലം കൂറും തോറും ഞങ്ങളോട് പറഞ്ഞില്ലേ, ഇത് പഴയ കൊട്ടടക്കന്റെ രീതിയിലാണ് ഇപ്പൊ ഇന്നോവ പോകുന്നത്. കൊല്ലം പഴകും തോറും വണ്ടിക്ക് വില കൂടുകയാണ്. ഞാൻ തമാശ അല്ലായിരുന്നു കേട്ടോ. ഇത് വെറുതെ നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് പറയല്ല. 2022, 2023, 2024 നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വണ്ടികളൊന്നും ഇപ്പൊ റെഡി സ്റ്റോക്ക് കമ്പനിയിലില്ല. ഇന്നോവ ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഫോർച്യൂണർ ആട്ടെ, ഇറ്റിയോസ് ആട്ടെ, ലീവ ആട്ടെ, ഇതൊക്കെ കമ്പനി നിർത്തി
പോയി. അപ്പൊ ഒരു ആവശ്യക്കാരന് നല്ലൊരു വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരൻ പറയുന്ന വിലക്കാണ് നമ്മൾ പോകാല്ലോ കേട്ടോ. കസ്റ്റമർ വണ്ടികളൊക്കെ പറയുന്ന വിലക്കാ ഓല് വിൽക്കുന്നത്. പിന്നെ വേറെ കാര്യം കൂടി പറയട്ടെ, അതായത് നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്നെയൊക്കെ ഒരുപാട് പേര് വണ്ടി ഉണ്ടോന്ന് വെച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട്. കൊടുത്തല്ല നമ്മളിപ്പോ ഇഷ്ടംപോലെ പോണ്ടിച്ചേരിക്ക് കൊടുത്ത് കർണാടകത്തിക്കൊക്കെ നമ്മൾ വണ്ടി കൊടുത്തു. ചോദിക്കുന്നതല്ല, ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ കൊണ്ടുവന്നൊരു വണ്ടി ഇവിടേക്ക് NOC എടുത്തിന് അത് രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികൾ നമുക്ക് NOC മാറ്റി തമിഴ്നാട്ടിലേക്ക് കൈ കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ കൊടുക്കാം NOC? ആധാർ കാർഡ് ഉണ്ടായാൽ ഇന്ത്യയിലെ ഏത് RTO ഓഫീസിലേക്കും NOC എടുക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണേലും മൂപ്പര് വണ്ടി എടുത്ത് തരും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് പോവാണല്ലേ. ഇതേതാ മോഡൽ? ഇത് 2015 V ഓപ്ഷൻ. 15V. ഓക്കെ, 15 ഏറ്റവും ഫുൾ ഓപ്ഷൻ V ഓപ്ഷൻ വണ്ടി. അലോയിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള എനിക്കൊന്ന് 16 മുതൽ അതിൽ സെഡ് വരാൻ തുടങ്ങി അല്ലേ? അല്ല, സെഡ് 13 14 ഉണ്ട്. വണ്ടി ഉണ്ട്. പക്ഷെ ഇത് അപ്പൊ ഇത് 15 ഫുൾ ഓപ്ഷൻ അല്ലല്ലോ. അല്ല, സെഡ് അല്ല. സെഡും വിയും തമ്മിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും മാറ്റമില്ലല്ലോ. അല്ലേ? ചില്ലറ നമ്മളെ ബോഡി സ്റ്റിക്കർ, ബാക്ക് സ്കേർട്ട്, പിന്നെ സ്റ്റാറിംഗിന്റെ പിന്നെ സ്റ്റാറിംഗ് വീല്, അതെ, അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. വിലയിൽ 1.5 ലക്ഷം റുപ്യന്റെ മാറ്റം കമ്പനിയിൽ ഉണ്ടെന്നുള്ളൂ. അതെ, ഇതില് ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. ക്ലീൻ വണ്ടി. 16 മോഡൽ. 16 സിംഗിൾ ഓണർ വണ്ടിയാണ്. 15 സിംഗിൾ ഓണർ വണ്ടി. 2015 V സിംഗിൾ ഓണർ. റിയാണ്. അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ഒരു പണിയും എടുത്തില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം. കറക്റ്റ്. കരിമായ ബോണ്ടോ ഒന്നും എവിടെയും ടച്ചപ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഇത് കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ ജെന്യുവിൻ അല്ല. അതിനകത്തുള്ളത് 1 സംതിങ് ആണ്, ജെന്യുവിൻ അല്ല. ഈ വണ്ടി ഓൾറെഡി 2.5ഓളം സർവീസ് ഉണ്ട്. നമ്മളിപ്പോ ഈ വണ്ടി ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. 2.5ഓളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ഈ സർവീസ് ഉള്ള വണ്ടി പൊട്ടന്മാര് തിരിച്ചാ വിടണേ അല്ലേ? അല്ല, അത് അവിടുന്ന് വരുന്നവരെ. ഇതൊന്നും ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ള വണ്ടികൾ ഇനിയിപ്പോ നമ്മൾ കസ്റ്റമൈസ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ വണ്ടി മുഴുവൻ നമ്മൾ പിന്നെ വാങ്ങുന്ന വണ്ടികളല്ല. പല കസ്റ്റമൈസിന്റെ വണ്ടി ഉണ്ടാവും. പിന്നെ ഇവിടെ ഉള്ള ഈ വണ്ടികൾ ഓരോ വണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ജനങ്ങൾ പറയാനും പറ്റില്ല. ഇതൊക്കെ ഓരോ ആളുകൾ യൂസ് ചെയ്ത്, ഒരാൾ ഒരു വണ്ടി അല്ലെങ്കിൽ 2 വണ്ടിയിൽ യൂസ് ചെയ്യുള്ളൂ. ഇത്രയും 50 വണ്ടി ഞാൻ ഡിസ്പ്ലേ കാണിക്കുന്നത് മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഓരോ അജുവും ബീരാനും ബഷീറും രാമനും കൃഷ്ണനും ഓരോ ആളുകൾ ഉപയോഗിച്ച വണ്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിലുള്ള പകുതിയിലധികം വണ്ടി നമ്മൾ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്ത വണ്ടികളാണ്. പുറത്ത് വണ്ടികൾ കമ്മി ആയതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഓരോ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ഓല് പറയുന്ന വിശ്വാസത്തിലാണ് നമ്മൾ എടുക്കുക. ഇനി വരുന്ന കസ്റ്റമേഴ്സിന് ഈ വണ്ടിയുടെ മുൻ കസ്റ്റമർ നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ഓലെ വിളിച്ചു സംസാരിക്കുക, എന്താ അതിന്റെ കണ്ടീഷൻ, അതൊക്കെ വേണമെങ്കിൽ നമ്മൾ സംവിധാനം ചെയ്തു കൊടുക്കും. ഇപ്പൊ ഈ വണ്ടിയൊക്കെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ വണ്ടി 4 കൊല്ലമായിട്ട് ഇവിടെ മഞ്ചേരിയിൽ നമ്മളെ മഞ്ചേരി അഡ്രസ്സിൽ രജിസ്ട്രേഷൻ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 4 കൊല്ലം ഉപയോഗിച്ച ആളെ നമ്പർ വാങ്ങി നമ്മൾ ഈ കസ്റ്റമേഴ്സിന് കൊടുക്കും. അതുപോലെ നമ്മൾ വിളിച്ച് സംസാരിച്ചോട്ടെ വണ്ടി വിലയും കാര്യങ്ങളും നമ്മളായിട്ടാണ് പറയേണ്ടത്. പിന്നെ വേറൊരു കാര്യം ചെയ്യാം, ഇപ്പൊ ഈ തിരിക്കാൻ വേണ്ടി അതൊരു വണ്ടി വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ കിലോമീറ്റർ തിരിക്കാൻ നടക്കുന്ന ഒരു മിനിമം അതിന്റെ ഇതെങ്കിലും നോക്കുക അല്ലെ? ആ ഒരു മര്യാദയെങ്കിലും ഈ വക തെണ്ടിത്തരം കാണിക്കുന്നവർ ചെയ്തു വെക്കുക. അത് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ റെഡ് ബെൽ യൂസേഴ്സിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്, അതും ഡീസലാണ്. നിങ്ങൾക്ക് വളരെ വളരെ ബഡ്ജറ്റ് പ്രൈസിൽ കൊടുക്കാം അല്ലേ? കറക്റ്റ്. ഇതിപ്പോ പറഞ്ഞ മാതിരി ഷോറൂമിൽ ചെന്നാൽ കിട്ടാത്തൊരു മോഡലാണ്. 2018 മോഡലാണ്. 18 ഇത് എത്ര ഓടിയിട്ടുണ്ട്? 1,20,000 കിലോമീറ്റർ ജെന്യുവൻ സർവീസ്. കറക്റ്റ് ഹിസ്റ്ററി. എല്ലാ 10ലും സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സർവീസ് ബുക്ക് ഉണ്ട്, സ്പെയർ കീ ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ് 7 ലക്ഷം റുപ്യ IDV ഉണ്ട്. എല്ലാ ഭാഗവും ഓക്കെയാണ്. ഇവിടുന്ന് പോകുമ്പോൾ AMO KVR പോപ്പുലർ ഒക്കെ ഷോറൂം ഉണ്ട്. വരിക ചെക്ക് ചെയ്യാം. ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് AMT വണ്ടി. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 70% ടയർ എന്ന് പറയാം. 70 എന്നല്ല, ടയറുകൾ 80% തന്നെ പറഞ്ഞു. ഇത് പിന്നെ ഒരു റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി കൊടുക്കും. KL 30 രജിസ്ട്രേഷൻ കിലോമീറ്ററും സർവീസും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. അത് അടിപൊളി. പിന്നെ ഒരു ഭാഗതയില്ല ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. 100%. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മളൊരു ഓഫർ പ്രൈസ്, ഫിക്സ്ഡ് പ്രൈസ് 6 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. 6 ലക്ഷം. 2018 VDI ഓട്ടോമാറ്റിക് ഡീസൽ ഷിഫ്റ്റ്. അടിപൊളി. 6 ലക്ഷം രൂപ ഫിക്സ്ഡ് പ്രൈസ്. 18 വണ്ടി ഫിക്സ്ഡ് പ്രൈസ്. അത് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് 100% എനിക്ക് ഉറപ്പാണ് കിട്ടൂല. എനിക്ക് ഉറപ്പാണല്ലോ കിട്ടൂല എന്നുള്ളത്. 6 ലക്ഷം രൂപക്കാണ് 2018 VDI ഡീസൽ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ? അതും 90% ലോണും കിട്ടും. ഫുൾ കിട്ടൂല. അതെ, നമ്മൾ 90 എന്ന് പറയാം. 6 ലക്ഷം രൂപ വരെ ലോണും കിട്ടൂലേ? പിന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു അതും അടിച്ചു കൊടുക്കും. ഓക്കെ, അതാണ് ഹൈലൈറ്റ്. അപ്പം എന്തായാലും ആർക്കെങ്കിലും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ. 6 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടി വേറെ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങളൊന്ന് അന്വേഷിച്ചോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അങ്ങ് മൈൻഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ എപ്പിസോഡ് കഴിയുന്നില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഇന്നോവയും ഫോർച്യൂണറും മാത്രം കാണിച്ചുകൊണ്ടല്ല, ക്രിസ്റ്റയും ഫോർച്യൂണറും മാത്രം കാണിച്ചുകൊണ്ട് ഒരു ഗംഭീര വീഡിയോ വരുന്നുണ്ട്. അത് മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം സപ്പോർട്ട് ചെയ്തൊന്ന് ഫോളോയും കൂടി ചെയ്തോളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.